സംശയം ബാക്കി നിൽക്കുന്നു. തീർത്തും വേദനിപ്പിക്കുന്ന, മലയാളിയെ നടുക്കുന്ന, മലയാളിയെ വല്ലാതെ തകർക്കുന്ന ദൃശ്യങ്ങളാണ് നിർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് നൽകേണ്ടി വന്നത് എന്ന് കാണുകയാണ്. അവിടെ ആളുകളെല്ലാം അവർ പരമാവധി അവർ സഹകരിക്കാൻ. അനിൽ അക്കിര എന്നോടൊപ്പം ചേരുന്നു. അനിൽ അക്കിര, ഏറ്റവും ദുഃഖകരമായ വാർത്ത 3 പേരെ നഷ്ടമായിരിക്കുന്നു എന്നാണ്. ബാക്കിയുള്ള ആളുകൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഇതൊക്കെ ഉറപ്പാക്കാൻ എന്ത് നടപടികൾ നമ്മൾ സ്വീകരിച്ചു? അവിടെ എന്ത് രക്ഷാപ്രവർത്തനങ്ങൾ എത്ര വേഗതയിൽ നടത്തുമെന്നാണ് മനസ്സിലാകുന്നത് ശ്രീ അനിൽ അക്കിര? ഞാനിപ്പോ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ പിൻവശാണ്. തെങ്ങാലൂര് എന്ന് പറയുന്ന മുണ്ടത്തിക്കോടിനോട് ചേർന്നുള്ള പ്രദേശമാണ്. ഈ പാതിരിക്കോട്ട് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പാടുണ്ട്. ഈ പാടത്താണ് ഈ വെടിക്കെട്ട് സാമഗ്രി ഉണ്ടാക്കുന്ന ഷെഡുകളുള്ളത്. അധികം വീടുകളൊന്നും ഇല്ല, എന്നാലും കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ചില വീടുകളുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കിപ്പോ അവിടുന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്ന വിവരമനുസരിച്ച് ഇപ്പോഴും അവിടെ ഭയാനകരമായ രീതിയിൽ സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് മുമ്പ് വലിയ രീതിയിലുള്ള സ്ഫോടനം ഉണ്ടായി എന്നാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. അപ്പൊ അവിടേക്ക് ആളുകൾക്ക് അങ്ങനെ നേരത്തെ പൊട്ടി തുടങ്ങിയ സമയത്ത് കുറച്ച് പെട്ടെന്ന് ഓടി പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയാണ് പെട്ടെന്ന് മെഡിക്കൽ കോളേജ് എത്തിച്ചിട്ടത്. മെഡിക്കൽ കോളേജ് അവിടെ നിന്ന് 4 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. ആംബുലൻസുകൾക്ക് ഒക്കെ പെട്ടെന്ന് റീച്ച് ആകാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന സ്പോട്ടിലേക്ക് ഇപ്പോൾ സാഹചര്യത്തിൽ അടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് രക്ഷാപ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങനെ ഫാസ്റ്റായിട്ട് നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം വെടിക്കെട്ട് സാമഗ്രികളാണല്ലോ. ഭയങ്കരമായ രീതിയിൽ സ്ഫോടനം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 6-7 കിലോമീറ്റർ ദൂരത്തിന് ഇപ്പുറത്താണ് ഉള്ളത്. ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാവരും നൽകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരമാവധി ആശുപത്രികളോടും എല്ലാവരോടും പെട്ടെന്ന് ഈ ഇതൊന്ന് സജ്ജമാകാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അങ്ങും അവിടെ എത്തുമ്പോൾ അതിന്റെ ഭാഗമാകുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അല്ല, ആ പ്രദേശം എന്ന് പറയുന്നത് ഇപ്പൊ ഈ മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് പിന്നെ വളരെ സേവന സന്നദ്ധരായ ആളുകളുള്ള സ്ഥലമാണ്. നമുക്കറിയാം, കുറാഞ്ചേരി ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് വളരെ സജീവമായി നിന്ന ആളുകളുണ്ട്. നേരത്തെ ഒരു 6-7 വർഷം മുമ്പ് ഇതുപോലെ ഈ പ്രദേശത്തല്ല, കുറച്ചങ്ങോട്ട് മാറി ഇതുപോലെ ഒരു അപകടം ഉണ്ടായതിന്റെ ഒരു എക്സ്പീരിയൻസും അതുമായി രക്ഷപ്പെടുത്തിയൊക്കെ ഉണ്ട്. ആളുകൾ വളരെ സജീവമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ദൈനംദിനമായി ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെയും മലപ്പുറത്തെയും പാലക്കാട്ടെയും ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സമീപിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ വളരെ സേവന സന്നദ്ധരായ ആളുകളാണ് ഈ പ്രദേശത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരെല്ലാവരും ആക്റ്റീവാണ്. അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, എല്ലാ പാർട്ടിയിലെയും രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ ആക്റ്റീവാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് സാധാരണ പോലെയല്ലല്ലോ, ഭീകരമായ രീതിയിൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് ഇടപെടുന്ന ആളുകളുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കേണ്ടത്. അപ്പൊ അതൊരു അപകടത്തിൽ പെടുമോ എന്നൊരു ആശങ്കയുള്ളതുകൊണ്ട് പോലീസ് തന്നെ ഇവരെ തടയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങോട്ട് നമ്മളിത് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവിടേക്ക് ഓടിച്ചാടി ചെല്ലാൻ പറ്റുന്ന സാഹചര്യമില്ല. അപ്പൊ അത് വെള്ളം എത്രത്തോളം അടിച്ച് ഇത് കെടുത്താൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിത് സ്ഥിരമായി ഈ സാമഗ്രികൾ നിർമ്മിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും കുറെ പേർക്കൊക്കെ അത് വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചിലരൊക്കെ രക്ഷപ്പെട്ടു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനകത്തൊരു ചെറിയൊരു ഇന്നലെയായിട്ടേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ തീ ആളിക്കത്തുന്ന പോലെ ചൂടാണല്ലോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എന്തെങ്കിലും പ്രിക്കോഷൻസുമായി ബന്ധപ്പെട്ട് വല്ല പിന്നെ അതിലൊരു മുൻകരുതൽ അതിനകത്ത് വീഴ്ച പറ്റിയോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ ഇവർക്ക് നേരത്തെ ഇപ്പൊ ഊത്രാളിക്കാവ് അമ്പലവുമാണെങ്കിലും നെന്മാറ, വെല്ലങ്കി, അതുപോലെ തൃശ്ശൂർ, ഇതൊന്നും ഇവർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളല്ല. ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന പേരുകളാണ് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ. അപ്പൊ അതുകൊണ്ട് പരിചയസമ്പന്നരായ ആളുകളാണ്. പക്ഷെ ഈ ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിട്ടുണ്ടാവാനാണ് സാധാരണ എനിക്ക് തോന്നുന്നത്. ഈ അമിതമായ ചൂട് കേരളത്തെ പൊള്ളിക്കുന്ന ഈ ചൂടായിരിക്കാം ഒരുപക്ഷെ. ഏതായാലും അതിന്റെ അന്വേഷണ വിവരങ്ങൾ പുറത്തു. നമ്മൾ നമ്മുടെ എല്ലാ ശ്രദ്ധയും ഈ ആളുകളെ രക്ഷപ്പെടുത്തുക, പരമാവധി ആളുകളെ അവരുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന് തന്നെ അല്ലേ? അതെ. ഇതിപ്പോ അല്ല, ഇവിടുന്ന് ആകെ മെഡിക്കൽ കോളേജിന്റെ ബാക്ക് വശാണിത്. ഇവിടുന്ന് മാക്സിമം 3 കിലോമീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്റർ ആണ് കാഷ്വാലിറ്റിക്ക് ഉള്ളത്. പക്ഷെ ഞാൻ കാഷ്വാലിറ്റിയിൽ ബന്ധപ്പെടുമ്പോ അവിടെ എത്തിയ 6-7 പേരുടെ പിന്നെ പരിക്കേറ്റെത്തിയ ആളുടെ ശവശരീരങ്ങളിൽ പല ഭാഗങ്ങളും വേറിട്ട് പോയ നിലയിലാണെന്നാണ് എനിക്ക് അവിടുന്ന് കിട്ടുന്ന വിവരം. പറഞ്ഞു തരുന്ന ആൾക്ക് പോലും അത് എങ്ങനെയാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് ഭയാശങ്ക കൂടിയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും ഭീകരമാണ് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലെ സാഹചര്യം എന്നാണ് പറയുന്നത്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും നേരത്തെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, കിട്ടാവുന്ന ശരീരഭാഗങ്ങൾ വാരിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണെന്ന്. അത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞു, ഇതാണ് സ്ഥിതി. അവിടെ നിന്ന് കൊണ്ടുപോകുന്ന എല്ലാ പരിക്കേറ്റവരുടെയും ശരീരം പൂർണ്ണമായി
ഈ വേർപെട്ട രീതിയിലാണ്, പല പല ഭാഗങ്ങളും വേർപെട്ട രീതിയിലാണ് ശരീരഭാഗങ്ങൾ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ആളുകൾ ഐഡന്റിഫൈ ചെയ്യാനും കഴിയാത്ത സാഹചര്യമാണ്. ഓക്കെ, ഏതായാലും താങ്കൾ അടിയന്തരമായി അവിടെ എത്തുമ്പോൾ നമുക്ക് പരമാവധി അവരുടെ സഹായ സഹകരണങ്ങൾ നൽകാൻ കൂട്ടായ ശ്രമം ഉണ്ടാകാം. ഏതായാലും അങ്ങോട്ട് തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസം. ഓക്കെ, അതാണ് ഇപ്പോൾ പല നേതാക്കളും അവരുടെ മറ്റു പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. ആശുപത്രിയിൽ സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നു. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പൊള്ളലേറ്റെത്തുന്ന ആളുകളെ സഹായിക്കാനുള്ള ആ പരിസരത്തുള്ള ആശുപത്രികൾ തയ്യാറാണ്. തൊട്ടടുത്ത് മെഡിക്കൽ കോളേജുണ്ട്. അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആളുകളെ ജീവനോടെ എത്തിക്കുക എന്ന വലിയ ദൗത്യം, വലിയ വെല്ലുവിളിയായി തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. 8 പേരുടെ നില ഗുരുതരമാണ്. 3 പേർ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ശ്രീ അനിൽ അക്കരയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകളുടെ ശരീരഭാഗങ്ങൾ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്ക് ആണ് നമ്മളെ ഇപ്പം അതിൻ്റെ വാർത്തയാണ് നൽകാൻ കഴിയുന്നത്. ഒരിക്കലും ഉണ്ടാകില്ല എന്ന് നമ്മൾ ഉണ്ടാകാൻ പാടില്ലാത്ത, ഉണ്ടാകാതിരിക്കേണ്ടിയിരുന്ന ഒരു സംഭവം. ഒരുപക്ഷെ ഈ വലിയ ചൂടായിരിക്കാം ഇതിനെ കൂടുതൽ ഈ സ്ഫോടനത്തെ ഇത്രയും തീവ്രമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള കാരണങ്ങളുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. കാരണം ഒരു സ്ഥിരം ഇത്തരം സാമഗ്രികൾ നിർമ്മിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും അതിന് വേണ്ട മുൻകരുതൽ എടുക്കാൻ എന്തൊക്കെ എടുക്കണമെന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ്. അത് സ്വാഭാവികമായി എടുത്തിട്ടുണ്ടെന്ന പരിശോധന വരുന്നു. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു ഉത്സവമാകുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് പലപ്പോഴും അതിന് ഉണ്ടാകാറുണ്ട്. അത് ആസ്വദിക്കുന്നവർക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ജില്ല മുഴുവൻ ആളുകൾ ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒരു നാടിൻ്റെ ഉത്സവമായി കൊണ്ടു നടക്കുന്നതാണ് ഈ തൃശ്ശൂർ പൂരം. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു പൂർണ്ണ പങ്കാളിത്തമുള്ളൊരു സംഭവമാണ്. സ്വാഭാവികമായും എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ടാകാം. പക്ഷേ നമുക്ക് തടയാനാകാത്ത വിധിയാണ് 3 പേരെ ഇപ്പോൾ നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. നവമി, അപ്പോൾ കേൾക്കുന്നില്ല, അനിൽ അക്കരയുടെ വാക്കുകൾ കേട്ടു. അനിൽ അക്കരയ്ക്ക് ലഭിക്കുന്ന വിവരങ്ങളും അത്ര ശുഭകരമല്ല. പലരുടെയും ശരീരഭാഗങ്ങളാണ് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 3 പേർ മരിച്ചു എന്ന സ്ഥിരീകരണം വരുന്നു. ചിലരുടെ നില ഗുരുതരമാണ് എന്ന സ്ഥിരീകരണങ്ങൾ വരുന്നു. ശാല ഇനിയും പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന ഇത് വരുന്നു. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതിലും വലിയ സ്ഫോടനത്തിനുള്ള സാധ്യത അപ്പുറത്ത് നിലനിൽക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.